വരുന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഇതാട്ടോ. ഈ സ്ത്രീക്ക് ഒരു 60 വയസ്സുണ്ട്. എനിക്ക് അവരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് വേറെ. പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ 1-2 വർഷമായി. എനിക്കൊരു കുട്ടിയുണ്ട്. ഞാൻ മാന്യമായിട്ടാണ് ജീവിക്കുന്നത്. എനിക്ക് സ്ത്രീകളോട് ഇടപെടുമ്പോൾ തന്നെ ചെറിയൊരു പേടിയുണ്ട്. കാരണം ഇതിനു മുമ്പേ എനിക്ക് ഇങ്ങനെ ഒരു ആരോപണവും ഈ പറഞ്ഞ കള്ളക്കേസൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വളരെ കെയർഫുള്ളാണ്. പിന്നെ ഈ സ്ത്രീക്ക് 10-60 വയസ്സുണ്ട്. അതുപോലെ എൻ്റെ കുടുംബമായിട്ട് അത്ര അടുപ്പമുള്ളൊരു സ്ത്രീയാണ്. എൻ്റെ കല്യാണത്തിനും എൻ്റെ എല്ലാ പരിപാടിക്കും, എൻ്റെ റിസപ്ഷൻ, എൻ്റെ അബുദാബിയിലെ പരിപാടിക്ക് എല്ലാ പരിപാടിയും എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം. ഇവിടെ പിന്നെ പേരും ഒന്നും ഞാൻ പറയുന്നില്ല. കാര്യം ഇപ്പൊ കേസ് നിൽക്കല്ലേ, എനിക്ക് എഫ്ഐആർ ഒട്ടും അറിയില്ല. ബട്ട് ഇത് ഞാനൊരു ഇതാട്ടോ ഒരു ക്ലിയർ പറഞ്ഞാണ്. അപ്പോ സംഭവം എന്ന് പറഞ്ഞാല് എന്റെ ഭാര്യയിൽ നിന്നും എന്റെ ഉമ്മയിൽ നിന്നും ഇവർ കുറച്ച് സ്വർണം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ പെങ്ങറയിൽ നിന്ന് വാങ്ങിച്ചു. ഇതൊന്നും ഞാൻ അറിയുന്നില്ല. ഇത് കുറച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ ഞാൻ അറിയുന്നത്. കാരണം എന്റെ ഫാമിലിയിൽ കയറി കുറച്ച് പേഴ്സണൽ കാര്യത്തിൽ ഇടപെടുകയും അതിൽ കുറച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് ഞാനിത് അറിയുന്നത്. വാങ്ങിച്ച കേസൊക്കെ അങ്ങനെ ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യും. അങ്ങനെ ഞങ്ങൾ കുറച്ച് പൈസ എന്റെ ഉമ്മാക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്, പെങ്കജ് എനിക്ക് അയച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പൈസ ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് പൈസ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതും ഓക്കെ. ഇതിന് മുമ്പേ ഇവര് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ എന്നെ പറ്റി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഭീതിപ്പെടുത്തി എന്നെ, ഞാൻ അവരത് കോടികൾ പറ്റിച്ചു, ബിസിനസ് ചെയ്യാം, അങ്ങനെ കുറെ സാധനം ചെയ്തപ്പോൾ ഞാൻ ഇവരുടെ പേരിൽ കേസ് കൊടുത്തു. ആ കേസ് ഫയൽ ചെയ്ത് ഇവർക്ക് നോട്ടീസ് തന്നപ്പോൾ ഇവർ എന്റെ പേരിൽ ഇപ്പൊ ഒരു കള്ളക്കേസായിട്ട് വന്നേക്കാണ്. ഞാൻ അവരെ പീഡിപ്പിച്ചു. ഈ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കേരള പോലീസിലും അതുപോലെ ലോയിലൊക്കെ ഭയങ്കര വിശ്വാസമുള്ള ആളാണ്. കാര്യം ഞാൻ ഇതിന് മുമ്പ് ഒരു സാധനം ഫൈറ്റ് ചെയ്ത ഒരാളാണ് കള്ളക്കേസിൽ. അപ്പൊ ഇത് ഞാൻ അതുപോലെ തന്നെ ഫൈറ്റ് ചെയ്യും. അപ്പോൾ ഇതിലെനിക്ക് വിശ്വാസമുണ്ട്. അപ്പൊ കേട്ടല്ല, നമ്മുടെ ഷിയാസ് കരീം എന്നാണ് ശരിക്കുള്ള പേര്. പക്ഷേ നമ്മളെ ഷിയു എന്നാണ് വിളിക്കേണ്ടത്. ഷിയാസിക്കനെ ഈ പറയുന്ന സ്ത്രീ, അതായത് കേസ് കൊടുത്തിരിക്കുന്ന സ്ത്രീ ഷിയാസിക്കനെയാണ് പറ്റിച്ചത്. ഷിയാസിക്കെതിരെ വെറുതെ കള്ളക്കേസ് കൊടുത്തിരിക്കുകയാണെന്നാണ് ഷിയാസിക്ക പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഷിയാസിക്കനോടൊരു കാര്യം പറയാം. ഈ പറയുന്ന സ്ത്രീ 60 വയസ്സുണ്ട് എന്ന് പറയുന്ന സ്ത്രീ നിങ്ങൾക്കെതിരെ പീഡന പരാതി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് എവിടെയും പറഞ്ഞിട്ടില്ല. അതായത് നിങ്ങളിപ്പോൾ പറഞ്ഞിട്ടില്ലേ പീഡിപ്പിച്ചു എന്നും പറഞ്ഞ് കേസ് കൊടുത്തു എന്നുള്ളത്. ശരിക്കും അവർ പീഡിപ്പിച്ചു എന്നും പറഞ്ഞിട്ട് എവിടെയും കേസ് കൊടുത്തിട്ടില്ല. അവരുടെ ആകെയുള്ളൊരു കേസ് എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധത്തിൻ്റെ പുറത്ത് നിങ്ങൾ ഒരുപാട് പൈസ, ലക്ഷക്കണക്കിന് പൈസ നിങ്ങൾ മേടിച്ചിട്ടുണ്ട്, പറ്റിച്ച് മേടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പൈസയൊക്കെ ചോദിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇവരുമായിട്ടുള്ള എന്താ പറയുക പ്രൈവറ്റ് ഫോട്ടോസും വീഡിയോസും ഫോൺ സൈറ്റിൽ അപ്ലോഡ് ചെയ്യും എന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു എന്നും പറഞ്ഞിട്ടാണ് കേസ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് കേസ്. അതായത് സാമ്പത്തികമായിട്ടുള്ള പറ്റിക്കൽ, പിന്നെ ഈ പറഞ്ഞ പോലെ പേടിപ്പിക്കൽ, അതായത് പീഡിപ്പിക്കലല്ല പേടിപ്പിക്കൽ എന്നും പറഞ്ഞിട്ടാണ് അവർ കേസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കേസ് കാണുന്ന സമയത്ത് ഇപ്പോൾ ചേട്ടായി പറഞ്ഞല്ലോ, ചേട്ടായി അതായത് ഷിയാസ് ചേട്ടായി പറഞ്ഞ പോലെ ഷിയാസ് ചേട്ടായിക്കെതിരെ അവർ കൊടുത്തിരിക്കുന്ന കേസ് വരുന്നതിന് മുമ്പ് തന്നെ ഷിയാസ് ചേട്ടായി എന്ത് ചെയ്തു, അവർക്കെതിരെ കേസ് കൊടുത്തു എന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ആ പറയുന്ന സ്ത്രീ കുറച്ച് നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്കെതിരെയുള്ള കുറേ എന്താ പറയുക അലിഗേഷൻസും അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെയുള്ള കുറേ പോസ്റ്റുകളും ചെയ്യുന്നുണ്ടായിരുന്നു, അതായത് ഫേസ്ബുക്കിൽ. അപ്പോൾ അന്ന് അവർ പോസ്റ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ പോസ്റ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളിലുള്ള ഒരു ക്ലാരിഫിക്കേഷൻ എന്നുള്ള രീതിയിലാണ് നിങ്ങളിപ്പോൾ സംസാരിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞുതരാം. അതായത് അന്ന് അവർ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറേ സ്ക്രീൻഷോട്ട് അവർ വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾക്ക് പൈസ തന്നതിൻ്റെ കുറേ സ്ക്രീൻഷോട്ട്, 70,000, 30,000, 10,000 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പം നിങ്ങൾ വന്ന് പറയുന്നു നമ്മളെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് കുറച്ച് പൈസകൾ അയച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് സത്യം. അതെന്തുകൊണ്ടാണ്? കാരണം അവർ ഫേസ്ബുക്കിൽ ഇതേപോലെ സ്ക്രീൻഷോട്ടുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പൈസയും ആ ഒരു സ്ക്രീൻഷോട്ടും വെച്ചിട്ട് നിങ്ങൾ ഇപ്പം പറയുന്നു ഫ്ലൈറ്റിൻ്റെ അല്ലെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത്. അതേപോലെ തന്നെ നിങ്ങൾ കേസ് കൊടുക്കാനുണ്ടായിരുന്ന കാരണം എന്താണെന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇവരിങ്ങനെ ഫേസ്ബുക്കിൽ നിരന്തരമായിട്ട് നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഒരു ദിവസം നിങ്ങൾ പെടും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മുൻകൂറായിട്ടൊരു കേസ് രജിസ്റ്റർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, എന്നിട്ട് എന്തായി? ആ കേസിൻ്റെ കാര്യം എന്തായി? നിങ്ങൾ കൊടുത്തിരിക്കുന്ന കേസിൻ്റെ കാര്യം എന്തായി? ഒന്നും ആയിട്ടില്ലല്ലോ. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പറയുന്ന പരാതിക്കാരിയായിട്ടുള്ള സ്ത്രീക്ക് മനസ്സിലായി ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല. അങ്ങനെയാണ് അവർ കംപ്ലൈൻ്റ് ആയിട്ട് പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പം നിങ്ങൾ പറയുന്നു നിങ്ങൾ ഇവരുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ല, പൈസയായിട്ടുള്ള യാതൊരു ബന്ധവും ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇന്നലെ വന്നിട്ടുള്ള 17 മിനിറ്റിൻ്റെ ഓഡിയോയിൽ ആ ഓഡിയോ ഇനി AI ആണെന്നും വന്ന് പറഞ്ഞേക്കല്ലേ.
ആ 17 മിനിറ്റുള്ള ഓഡിയോയിൽ ഏതൊരു പൊട്ടനും ഒരു ബോധമില്ലാത്തവനും മനസ്സിലാവും നിങ്ങളും ആ സ്ത്രീയും തമ്മിൽ പൈസ ഇടപാടുകൾ ഒരുപാട് നടന്നിട്ടുണ്ടെന്നുള്ളത്. അതിൽ ഓരോ വോയിസ് കേൾക്കുമ്പം ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവും. കാരണം ആ വോയിസിലുള്ള നിങ്ങളുടെ ആ രീതി ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നു, എന്തുണ്ട്, സുഖമാണോ, പിന്നെ മറ്റേ 10 ലക്ഷം ഒന്ന് ഇടണേ, അതെന്തായിടോ, ഹോ. അതായത് നിങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് മെയിനായിട്ട് പൈസയാണ്. ആ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ അവരെ വിളിക്കുന്നതും അവരുമായിട്ട് സംസാരിക്കുന്നതും അവരുമായിട്ട് ഡീൽ ചെയ്യുന്നതും എല്ലാം അത് തന്നെ. ആ വോയിസ് കേട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും നമുക്കെല്ലാവർക്കും. ഓക്കെ, അതിൻ്റെ പുറകിലുള്ള കളികളൊന്നും നമുക്കറിയില്ല. നിങ്ങൾ ഈ ഇവരുടെ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ട് എന്നുള്ളതിനുള്ള തെളിവുകൾ കറക്റ്റ് ആ വോയിസിലുണ്ട്. 17 മിനിറ്റുള്ള വോയിസാണ്. 1-2 വോയിസ് വേണം നിങ്ങൾ കേട്ടോ. പക്ഷേ ഇപ്പം ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ആ വോയിസിൽ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന കേസേ ഉള്ളൂ. പൈസ ഒരുപാട് നിങ്ങൾ അവരുടെ നിന്ന് മേടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന നിങ്ങൾ ഇൻകം ടാക്സിനെ പേടിച്ചിട്ട് മാത്രമല്ല ഈ പറയുന്ന പൈസ ക്യാഷായിട്ട് തന്നാൽ മതി, അല്ലെങ്കിൽ ഈ പറയുന്ന 10 ലക്ഷം 20 ലക്ഷമൊക്കെ ക്യാഷായിട്ട് തന്നാൽ മതി എന്ന് പറയുന്നത് നിങ്ങൾ ഇൻകം ടാക്സിനെ പേടിച്ചിട്ട് മാത്രമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ എന്തെങ്കിലും പ്രശ്നമായിട്ടുണ്ടെങ്കിൽ തന്നെ തെളിവുകൾ, അതായത് പൈസ കൊടുത്തതിനുള്ള തെളിവുകൾ, നമ്മളിപ്പം ജിപേ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അക്കൗണ്ട് ത്രൂ ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ കിട്ടും. അതുകൊണ്ട് നിങ്ങൾ മുൻകൂട്ടി അത് പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ക്യാഷായിട്ട് തന്നാൽ മതി എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഇൻകം ടാക്സിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ രണ്ടാമത് ഇത് തന്നെ ഫ്യൂച്ചറിൽ പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾ പറയുന്നത് 10-60 വയസ്സുള്ള തള്ളയാണെന്നൊക്കെ നിങ്ങൾ പറയുന്നത്. ഓക്കെ, ശരി. ഈ 10-60 വയസ്സുള്ള തള്ളയനോട് കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള വോയിസിൻ്റെ അകത്ത് നിങ്ങൾ എന്തൊക്കെയാണ് ഒലിപ്പിക്കുന്നത്? കൊഞ്ചല്ലേ, അടി കള്ളി, അടി ഗൊമ്മാലേ, എന്താണ് നിങ്ങളിങ്ങനെയാണ് സാധാരണ ഈ ഉമ്മേൻ്റെ പ്രായമുള്ള ആളുകളോട് അല്ലെങ്കിൽ ഈ 10-60 വയസ്സുള്ള ആളുകളോട് സംസാരിക്കുന്നത്? എന്നെ ഷിയൂന്ന് വിളിച്ചാൽ മതി, ഷിയൂന്ന് വിളിച്ചാൽ മതി, ഷിയാസിക്കാന്ന് വിളിച്ചാൽ മതി, എന്താണിത്? ഇതൊക്കെ കേട്ടിട്ട് നമ്മൾ എന്താ പറയുക, വിശ്വസിക്കണം? എന്താണ്, തെളിവുകൾ കള്ളം പറയില്ലല്ലോ ഷിയാസിക്ക. അപ്പോൾ എന്തായാലും നിങ്ങൾ തമ്മിലുള്ള ഇടപാടുകൾ എന്താണെന്നൊന്നും നമുക്കറിയാൻ പാടില്ല. പക്ഷേ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഈ പറയുന്ന വോയിസും നിങ്ങൾ ഈ 60 വയസ്സുള്ള ആളോട് ഇങ്ങനെ എന്താണ്, മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ തമ്മിലുള്ള ബന്ധം തീരൂ, ഞാൻ മരിച്ചാലും നീ മരിച്ചാലും മാത്രമേ നമ്മൾ തമ്മിലുള്ള ബന്ധം അവസാനിക്കൂ, അതിനുശേഷമുള്ളതൊന്നും നമുക്കറിയില്ലല്ലോ എന്നും പറഞ്ഞിട്ടൊക്കെ സംസാരിക്കുന്നത് ഈ 60 വയസ്സുള്ള ആളോടാ? എനിക്കറിയാൻ പാടില്ലപ്പാ. എന്നാൽ പിന്നെ നിങ്ങൾ അങ്ങനെ 60 വയസ്സുള്ളവരോടൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. കൊള്ളാം എന്തായാലും. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ പറയാനുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ചങ്ങായിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഈ ചങ്ങായിൻ്റെ ഒരു ഫ്രണ്ടാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലെ എല്ലാത്തരം വീഡിയോസിനെതിരെയും അല്ലെങ്കിൽ എല്ലാത്തരം ആളുകൾക്കെതിരെയും ഘോരം വന്ന് നല്ല തമാശ രൂപേണ സംസാരിക്കുന്ന ഒരു ചേട്ടായിയാണ് ബൈജൂസ് വ്ളോഗ് എന്ന് പറയുന്നിട്ടുള്ള ചേട്ടായി. അപ്പോൾ ചേട്ടായി വന്നിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നാട്ടുകാരെ നോക്കൂ, എന്നാൽ സുഹൃത്തുക്കളെ നോക്കൂ എന്നും പറഞ്ഞിട്ട് വീഡിയോ ഇടുന്നൊരു ചേട്ടായിയാണ്. അപ്പോൾ ആ ചേട്ടായി വന്നിട്ട് ഈ ഷിയാസിക്കാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ സഹോദരനാണ്, എൻ്റെ സുഹൃത്താണ്, പക്ഷെ തെറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മൾ തെറ്റിൻ്റെ കൂടെ നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് സൈഡിൽ കൂടെ പറയുന്നുണ്ട്, ആ സ്ത്രീക്കെതിരെയുള്ള 1-2 വോയിസ് എൻ്റെ കയ്യിലുണ്ട്, ആ വോയിസ് കേട്ടാൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണെന്ന് മനസ്സിലാവുന്നു. എന്ത് വോയിസ്? എന്താണ് വോയിസ്? ഓക്കെ, ഇതിൽ പീഡനത്തെക്കുറിച്ചൊന്നും ആരും എവിടെയും പരാതി പറഞ്ഞിട്ടില്ല. പൈസ തട്ടിപ്പ് അല്ലെങ്കിൽ പൈസ തട്ടിയെടുത്തു എന്നുള്ളതിനെക്കുറിച്ചാണ് പരാതി. അതിന് ഉതകുന്ന അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും വോയിസ് ഉണ്ടെങ്കിൽ ഓക്കെ, അത് നിങ്ങൾ സൗണ്ട് മാറ്റി AI എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യും, നമ്മളൊന്ന് കേട്ട് നോക്കട്ടെ. എന്തായാലും കൂട്ടുകാരൻ എന്ത് ഇത് ചെയ്തിട്ടുണ്ടെങ്കിലും, എന്ത് ബഹളത്തരം ചെയ്തിട്ടുണ്ടെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ വീഡിയോ ഇടുക എന്ന് പറയുന്നത് അത് നിങ്ങളെപ്പോലുള്ളവർ നിങ്ങൾ എന്തുണ്ടെങ്കിലും വന്നിട്ട് ഘോരം സംസാരിക്കുന്നത് കാണാറുണ്ട്. പിന്നെ അഖിൽമാരാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചങ്ങായി വായിന്ന് വരുന്ന എല്ലാം പിന്നെ ഈ പറയുന്ന കേൾക്കാൻ കൊള്ളാത്തതാണെന്നൊക്കെ നമുക്കറിയാം, പിന്നെ മണ്ടത്തരങ്ങളാണെന്നറിയാം, അതൊക്കെ ശരിയാണ്. എന്നോർത്ത് അഖിൽമാരാർ കൊടുത്ത കൊട്ടേഷനാണ് ഈ പറയുന്ന ഷിയാസ് കരീമിനെതിരെ ഉള്ള ഈ ഒരു പണി എന്നുള്ളത് നിങ്ങൾ ഒരു വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ അല്ല, നിങ്ങളൊരു പോസ്റ്റ് സ്റ്റോറി ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയേ ഉള്ളോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഇങ്ങനെയാണോ നിങ്ങൾ ഓരോ കാര്യങ്ങളെ വിലയിരുത്തുന്നതെന്ന് തോന്നിപ്പോയി. കാരണം അഖിൽമാരാർ വിളിച്ച് ഈ പറയുന്ന സ്ത്രീയോട് പറയുകയാണ്, ഷിയാസ് കരീമിനെതിരെ നിങ്ങൾ എന്താ പറയുക ഒരു കംപ്ലൈൻറ്റ് കൊടുക്കണം എന്നും പറഞ്ഞ് വെറുതെ പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറ്റുമോ?
ഒരു തെളിവുമില്ലാണ്ട് അല്ലെങ്കിൽ ഒരു കാരണമില്ലാണ്ട് നിങ്ങൾ എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് ആ ഒരു സ്റ്റോറിയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്? അതായത് അഖിൽ മാരാറിൻ്റെ മൂവാണെന്നും പറഞ്ഞിട്ട് എല്ലാം പറഞ്ഞിട്ട് സ്റ്റോറി എടുക്കുന്നത്. ഇങ്ങനെയൊന്നും വീട് പറയല്ലേ ബൈജേട്ടാ. ഒന്നുമില്ലല്ലോ, നിങ്ങളൊക്കെ ഞാൻ പണ്ട് മുതലേ ഫോളോ ചെയ്യുന്നത്. ആ കൊറോണ സമയത്താണ് നിങ്ങൾ ചാനൽ തുടങ്ങിയിട്ടുള്ളത്. ആ സമയത്തെ ഞാൻ ഫോളോ ചെയ്യുന്ന ആളാണ്. ഇപ്പം നിങ്ങൾ നല്ല റീച്ചൊക്കെ ആയി അടിപൊളിയായിട്ട് വീഡിയോ ഒക്കെ ചെയ്തു പോകുന്ന ഒരാളാണ്. പക്ഷേ നിങ്ങളുടെ കൂട്ടുകാരനാണ് ഷിയാസ് ഏട്ടൻ എന്ന് വിചാരിച്ചിട്ട്, അങ്ങനെയാണ് ഞാൻ ഷിയാസിനെ പണ്ട് ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ സപ്പോർട്ട് ചെയ്തതാണല്ലോ. എന്നോർത്ത് ഞാനിപ്പം ഷിയാസ് ഇതേപോലെ എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ ഷിയാസിനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പം കൂട്ടുകാരനാണേലും നിങ്ങൾ അതിൻ്റെ അകത്ത് കൂട്ടുകാരനും സഹോദരനാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ സഹോദരനെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ട് സഹോദരനോട് ചോദിക്കുക, സഹോദര ഇതൊക്കെ ഉള്ളതാണോ, നിങ്ങൾ പൈസ തട്ടിച്ചെടുത്തിട്ടുണ്ടോ, നിങ്ങൾ ഇതേപോലെ ഉടായ്പ് കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, സഹോദരനെ സപ്പോർട്ട് ചെയ്യണോ അല്ലെങ്കിൽ ഒന്നും വേണ്ട, നിങ്ങളൊന്നും മിണ്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ വെറുതെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കല്ലേ. അതായത് ഇത്രയും തെളിവുകളെല്ലാം വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ ആ വോയിസ് വെക്കുന്നില്ല. എന്തിനാ കാരണം വെച്ചാൽ എല്ലാ ചാനലിലും ആ വോയിസ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് വെക്കേണ്ട ആവശ്യം പോലും ഇല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. എന്തായാലും ഷിയാസ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷിയാസിന് തക്കതായിട്ടുള്ള ശിക്ഷ നമ്മുടെ നിയമവ്യവസ്ഥയിൽ കിട്ടട്ടെ എന്ന് മാത്രം പറയുന്നു. തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഷിയാസിനെ നിരപരാധിത്വം തെളിയിച്ച് പുറത്തേക്ക് വരട്ടെ എന്നും കൂടി ഞാൻ ആശംസിക്കുകയാണ്. ഇപ്പം നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന വോയിസും നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന തെളിവുകളും വെച്ച് മാത്രമാണ് നമ്മൾ സംസാരിച്ചത്. അല്ലാണ്ട് ഒരിക്കലും ഷിയാസ് ഒരു പൂർണ്ണമായും ഒരു തെറ്റുകാരനാണ്, ഷിയാസിൻ്റെ ഭാഗത്താണ് ഭയങ്കര തെറ്റ് എന്നുള്ളതൊന്നും അങ്ങനെയൊന്നല്ല നമ്മൾ പറയുന്നത്. നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന വോയിസും ഇതും വെച്ചിട്ട് നമ്മൾ പറയുന്നു ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്നാണ് ഇപ്പം നിലവിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. ബൈ.